ഇക്കാലത്ത് സമയം ആർക്കും തികയുന്നില്ല. കാലം മുന്നോട്ടു പോകുമ്പോഴും ഓരോ സെക്കൻഡ് പ്രധാനപ്പെട്ടതാണ്. മണിക്കൂറുകൾക്കകം ലോകത്തിന്റെ ഏതറ്റം വരെയും എത്താൻ കഴിയുമോ എന്നാണ് മനുഷ്യർ തിരയുന്നത്. അങ്ങനെയാണ് വിമാനം എന്ന സാങ്കേതിക വിദ്യയിലേക്ക് എത്തിയത്. എന്നാൽ വിമാനത്തിലൂടെയുള്ള വേഗവും മനുഷ്യന് തികയുന്നില്ല. അടുത്ത സാങ്കേതിക വിദ്യയിലേക്ക് കടക്കുകയാണ്. അതാണ് ഹൈപ്പർ ലൂപ്പ് സാങ്കേതിക വിദ്യ. വിമാനത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുകയാണ് ഹൈപ്പർ ലൂപ്പ് ലക്ഷ്യം വെക്കുന്നത്. ഇലോൺ മസ്ക് 2013 അവതരിപ്പിച്ചതാണ് ഈ ആശയം. ലോകം മുഴുവൻ ഹൈപ്പർ ലൂപ്പിനായുള്ള പരീക്ഷണങ്ങളിലായി പിന്നീട്. അങ്ങനെ ആ സ്വപ്നം നമ്മുടെ രാജ്യം നിറവേറ്റുകയാണ്. ആന്ധ്രാപ്രദേശിലാണ് ആദ്യ ഹൈപ്പർ ലൂപ്പ് പരീക്ഷണം ഇന്ത്യയിൽ ആരംഭിച്ചത്. 2017 വിജയവാഡ അമരാവതി റൂട്ടിൽ പരീക്ഷിക്കാൻ ഇന്ത്യയും കരാറിൽ ഒപ്പിട്ടത്. ഇന്ത്യയിലെ ആദ്യ ഹൈപ്പർ ലൂപ്പ് പരീക്ഷണ ട്രാക്ക് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഭൂമിക്കടിയിലോ മുകളിലോ പ്രത്യേകം അന്തരീക്ഷം ഉൾക്കൊള്ളുന്ന ട്യൂബാണ് ഹൈപ്പർ ലൂപ്പ്. ഇതിലാണ് വാഹനം സഞ്ചരിക്കുന്നത്. മണിക്കൂറിൽ 1200 കിലോമീറ്റർ വേഗത്തിലാണ് യാത്ര. മാഗ്ലെവ് എന്ന സാങ്കേതിക വിദ്യയിലാണ് ഹൈപ്പർ ലൂപ്പ് പ്രവർത്തിക്കുന്നത്. ഈ വാഹനത്തിന് പക്ഷേ ചക്രങ്ങളില്ല. അതുകൊണ്ട് തന്നെ ട്രാക്കിൽ നിന്ന് ഉയർന്നു സഞ്ചരിക്കുന്ന വിദ്യയാണ് ഉപയോഗിക്കുന്നത്. ട്യൂബിനകത്തെ വായു നീക്കം ചെയ്ത് മർദ്ദം കുറഞ്ഞ വായു മാത്രമാകും ഉണ്ടാവുക. അന്തരീക്ഷ മർദ്ദത്തിന് 2 ഇലക്ട്രോ മാഗ്നറ്റിക് മോട്ടോറോളുകളാണ് മുന്നോട്ട് ചലിപ്പിക്കുന്നത്. കാലാവസ്ഥയെയും ഭൂമികുലുക്കത്തെയും പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിലാണ് നിർമ്മാണം. ക്യാപ്സ്യൂളുകൾക്ക് പ്രത്യേക ട്രാക്ക് ഇല്ലാത്തതിനാൽ ട്യൂബിന്റെ ഭാഗങ്ങൾ ട്രെയിൻ വളയ്ക്കുന്നതിനനുസരിച്ച് പ്രവർത്തിപ്പിക്കാം. സൗരോർജ്ജ പാനലുകളിൽ നിന്നാണ് ഊർജം ലഭിക്കുന്നത്. ഒരു പോഡിൽ ഏകദേശം 28 യാത്രക്കാർക്ക് വരെ സഞ്ചരിക്കാം. സാധാരണ ട്രെയിനുകളെക്കാളും 10 ഇരട്ടി വേഗതയാണ് പ്രതീക്ഷിക്കുന്നത്. ഹൈസ്പീഡ് ട്രെയിനിനേക്കാളും 2-3 മടങ്ങ് വേഗതയും ഹൈപ്പർ ലൂപ്പിനുണ്ടാകും. ഇന്ത്യയോടൊപ്പം ഫ്രാൻസും യൂറോപ്പും തുടങ്ങിയ രാജ്യങ്ങളും ഹൈപ്പർ ലൂപ്പ് പരീക്ഷണങ്ങളിലാണ്. റോഡും റെയിലും കടന്ന് അതിവേഗം കുഴലിലൂടെയുള്ള യാത്ര ഭാവിയിലെ അത്ഭുതമാകുമെന്നതിൽ സംശയമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.